പോക്സോ കേസ് അതിജീവിതയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ സുഹൃത്ത് പാങ്ങോട് സ്വദേശി സുജിതയാണ് പിടിയിലായത്. 24 ആണ് പെൺകുട്ടിയെ ഭർത്താവും സുജിതയും ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വിവരം ദൃശ്യങ്ങൾ സഹിതം പുറംലോകത്തെ അറിയിച്ചത്. അരുൺ രാജ് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. 2016 ഈ കടയ്ക്കൽ സ്വദേശിയായ പെൺകുട്ടിയെ ഈ ചല്ലിമുക്ക് സ്വദേശിയായ സതീഷ് പീഡനത്തിന് ഇരയാക്കുന്നത്. +1 പഠിക്കുമ്പോഴായിരുന്നു ഈ പീഡനം നടന്നത്. തുടർന്ന് ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണവുമായി പോലീസ് പോകുന്നതിനിടയ്ക്കാണ് ഈ പെൺകുട്ടിയെ കബളിപ്പിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ഒരു ചതിയിലൂടെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി വിവാഹം കഴിച്ചു. തുടർന്ന് ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്നത് വലിയ രീതിയിലുള്ള പീഡനമായിരുന്നു. ഈ ജനുവരിയിൽ പോലും ഈ പെൺകുട്ടിയെ കൊല്ലാനുള്ള ശ്രമം ഈ പ്രതിയായ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഈ പെൺകുട്ടിയെ ഈ ഭർത്താവിൻ്റെ സുഹൃത്ത്, വനിതാ സുഹൃത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കമുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ മാസം 19-ാം തീയതി വാർത്തയായി പുറലോകത്തെ എത്തിച്ചത്. ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ക്രൂരപീഡനം ഈ പെൺകുട്ടി തന്നെ വിവരിക്കുകയും ചെയ്തിരുന്നു. ഈ പോലീസ് ഇക്കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ സ്വീകരിച്ച നിലപാട് ഇക്കാര്യത്തിൽ നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ്. ഇയാൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് പോയില്ല. പകരം ഈ പെൺകുട്ടിയെ രാത്രികാലങ്ങളിലെത്തി വീട്ടിലെത്തി ഭീഷണിപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും ഈ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് പെൺകുട്ടി നമ്മുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ഈ വാർത്ത ഈ പുറം ലോകത്ത് എത്തിയതിന് പിന്നാലെയാണ് പോലീസ് വേഗത്തിലുള്ള ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചത്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭർത്താവിന്റെ വനിതാ സുഹൃത്ത്, അത് പാങ്ങോട് താമസിക്കുന്നതാണ്, സുജിതയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഭർത്താവ് തങ്ങളുടെ സർവൈലൻസിലുണ്ടെന്നും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നുമാണ് കടയ്ക്കൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പെൺകുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന കേസ്. ക്രൂര പീഡനമാണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏൽക്കേണ്ടി വന്നത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാണ്. പെൺകുട്ടിയെ 2 തവണ അബോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് വിൽക്കാൻ വേണ്ടി ഭർത്താവ് ശ്രമിക്കുന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി ഈ പെൺകുട്ടി നമ്മളോട് അന്ന് വെളിപ്പെടുത്തിയതാണ്. എന്തായാലും ഭർത്താവിൻ്റെ അറസ്റ്റ് കൂടി വേഗത്തിൽ ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ പൊതുസമൂഹം തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടി ഈ ഭർത്താവിനെ തന്നെ പേടിച്ച്, നേരത്തെ പോക്സോ കേസിൽ പ്രതിയായ ഭർത്താവിനെ തന്നെ പേടിച്ച് ഇപ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അരുൺ രാജാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്.